എല്ലാവർക്കും ടീച്ചർ എഡ്യൂക്കേറ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ബ്രൂണറിൻ്റെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് തിയറി പഠിച്ചു. അതിന് കൂടെയുള്ള കോൺസെപ്റ്റാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബ്രൂണേഴ്സ് തിയറി. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. Jerome S. Bruner's theory of intellectual development is very influential and has direct implications on the teaching practices. അധ്യാപന രീതിയെ വളരെയധികം സ്വാധീനിച്ച ഒരു തിയറിയാണ് ബ്രൂണറിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി അല്ലെങ്കിൽ വൈജ്ഞാനിക വികസന സിദ്ധാന്തം. അക്കോർഡിംഗ് ടു ഹിം, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് 3 stages: ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നത് 3 ഘട്ടങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ് ബിംബന ഘട്ടം, സിംബോളിക് സ്റ്റേജ് പ്രതിരൂപാത്മക ഘട്ടം. ഈ 3 സ്റ്റേജസും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന് മുന്നുള്ള വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അടുത്താണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ബ്രൂണേഴ്സ് തിയറി. വിദ്യാഭ്യാസ മേഖലയിൽ ബ്രൂണറിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറിയുടെ സ്വാധീനം എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്ത് പ്രാധാന്യമാണ് അതിനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, Jerome S. Bruner introduced the notion of spiral curriculum and states that a curriculum should revisit basic ideas, building on them until the student grasps the full formal concept. കരിക്കുലം കൺസ്ട്രക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സ്പൈറൽ കരിക്കുലം. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ജെറോം എസ് ബ്രൂണർ. അദ്ദേഹം പറയുന്നത് കരിക്കുലം എപ്പോഴും എങ്ങനെയായിരിക്കണം? കൊച്ചു കൊച്ചു കാര്യങ്ങളെ അടിസ്ഥാനമാക്കി അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കണം. റീവിസിറ്റ് ബേസിക് ഐഡിയാസ്, അടിസ്ഥാന തത്വങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അതിനെ ബേസ് ചെയ്ത് വേണം പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. അണ്ടിൽ ദ സ്റ്റുഡൻറ് ഗ്രാസ് ദ ഫുൾ ഫോർമൽ കോൺസെപ്റ്റ്, കുട്ടിക്ക് ആ ബേസിക് ആയിട്ടുള്ള കാര്യം മനസ്സിലാകുന്നത് വരെ പഴയ കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് ജെറോം എസ് ബ്രൂണർ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കരിക്കുലം കോൺസെപ്റ്റാണ് സ്പൈറൽ കരിക്കുലം. അടുത്ത്, he states that if the teacher matches the subject matter to the child's mode of representation, they can introduce complex ideas to the children at different times and with increasing abstractness. 3 സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഉള്ളതെന്നാണ് ബ്രൂണർ പറഞ്ഞത്: ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. ടീച്ചറിന് തൻ്റെ കുട്ടി ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായാൽ എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ആശയങ്ങളും കുട്ടികളെ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിന് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണ് കുട്ടി ഉള്ളതെന്ന്. അടുത്ത്, children learn according to their mode of representations. So the teacher should select learning activities to be given to the children, keeping their stage of development in mind. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ടീച്ചർ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് ഏത് സ്റ്റേജിലാണ് കുട്ടി ഉള്ളതെന്നാണ്. അപ്പോൾ അവൻ്റെ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ലേണിംഗ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പാഠ്യപദ്ധതികളും സെലക്ട് ചെയ്യാൻ വേണ്ടി. ഇൻ ഇനാക്റ്റീവ് സ്റ്റേജ് ദ ചൈൽഡ് ലേൺ ത്രൂ ആക്ഷൻസ്. ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടത്തിൽ കുട്ടികൾ എങ്ങനെയാണ്? ആക്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. ഇൻ ഐക്കോണിക് സ്റ്റേജ് ദ ലേണർ യൂസ് പിക്ചേഴ്സ് ഓർ മോഡൽസ്. ഐക്കോണിക് സ്റ്റേജ് അല്ലെങ്കിൽ ബിംബന ഘട്ടത്തിൽ കുട്ടികൾ കൂടുതൽ ചിത്രങ്ങളും മോഡലുകളും ആണ് ഉപയോഗിക്കുന്നത്. ഇൻ സിംബോളിക് സ്റ്റേജ് the development of the ability to think in abstract terms originates. സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടത്തിലാണ് അബ്സ്ട്രാക്ട് തിങ്കിങ് അല്ലെങ്കിൽ അമൂർത്ത ചിന്ത രൂപീകരിക്കുന്നത്. അതുകൊണ്ട് ആ ഘട്ടത്തിൽ എങ്ങനെയാണ്? പ്രതീകങ്ങളായിട്ട് പഠിപ്പിച്ചാലും കുട്ടികൾക്ക് മനസ്സിലാവും എന്നാണ് പറയുന്നത്. അടുത്ത്, according to Bruner, the child is first at the level of motor performance and then starts constructing the images and then only he learns the use of words. ബ്രൂണർ എങ്ങനെയാണ് പറഞ്ഞത്? കുട്ടി ആദ്യം ഇനാക്റ്റീവ് സ്റ്റേജിലാണ്, അതായത് പ്രവർത്തന ഘട്ടത്തിലാണ് കുട്ടി കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. നെക്സ്റ്റ് ഇൻ ദ ഐക്കോണിക് സ്റ്റേജ്, പിന്നെയാണ് ബിംബന ഘട്ടം അല്ലെങ്കിൽ ഇമേജസ് യൂസ് ചെയ്ത് കുട്ടികൾ പഠിക്കുന്നത്. ദെൻ സിംബോളിക് സ്റ്റേജ്, പിന്നെയാണ് പ്രതീകങ്ങൾ ഉപയോഗിച്ച് പഠിക്കുന്നത്. The main defect of present day education is that it begins with the word. ഇപ്പോഴത്തെ കാലഘട്ടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ആദ്യം കുട്ടികളെ വാക്കുകളാണ് പഠിപ്പിക്കുന്നത്. Education which begins with motor activities will be more effective for preschoolers and primary schoolers. കുട്ടികളെ ആദ്യം വാക്കുകളല്ല പഠിപ്പിക്കേണ്ടതെന്നാണ് ബ്രൂണർ പറയുന്നത്. എന്തുകൊണ്ടാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടമാണ്. അതുകൊണ്ട് കൂടുതൽ ആക്ടിവിറ്റി ഓറിയന്റഡ് പ്രോഗ്രാംസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം മോട്ടോർ ആക്ടിവിറ്റീസിന് പ്രാധാന്യം അല്ലെങ്കിൽ കായികപരമായ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് അറേഞ്ച് ചെയ്യേണ്ടത്.
നമ്മൾ പിയാഷയുടെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി പഠിച്ചപ്പോൾ ഓരോ സ്റ്റേജിനും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പ്രായവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബ്രൂണറിന്റെ തിയറിയിൽ അങ്ങനെ പ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഇനാക്റ്റീവ് സ്റ്റേജിന് ഏത് പ്രായമാണ്, അല്ലെങ്കിൽ ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടമാണ്, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം 3 സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടെന്നേ പറഞ്ഞുള്ളൂ. ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക്. അതിന്റെ പ്രായം അല്ലെങ്കിൽ ഏജ് ഗ്യാപ്പ് എത്രയാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബ്രൂണറിന്റെ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് തിയറി പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഏജ് ഗ്യാപ്പ് സ്പെസിഫൈ ചെയ്യാത്തതെന്ന്. ഓരോ പുതിയ കാര്യവും ഒരു ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവൻ ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക് ഇതിൽ ഏത് സ്റ്റേജിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമുക്കൊരു കോമൺ എക്സാമ്പിൾ നോക്കാം. വാട്ടർ അല്ലെങ്കിൽ ജലം എന്നുള്ള കോൺസെപ്റ്റ് ആണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു 8ാം ക്ലാസ്സിലുള്ള കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ അവന് ഇനാക്റ്റീവ് സ്റ്റേജിലാണോ, ഐക്കോണിക് സ്റ്റേജിലാണോ, സിംബോളിക് സ്റ്റേജിലാണോ എന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? ഇനാക്റ്റീവ് സ്റ്റേജിൽ കൂടുതലും പ്രവർത്തനങ്ങളിലൂടെയാണ് പഠിക്കുന്നത്. അതായത് കുട്ടികളെ വെള്ളത്തിൽ കളിക്കാനുള്ള അവസരങ്ങൾ കൊടുത്തും വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു എക്സ്പെരിമെന്റ്സും ചെയ്യണം. ഈ ഐക്കോണിക് സ്റ്റേജിൽ കുട്ടികളെ ഇമേജസ് കണ്ടാൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജായി. അതായത് വെള്ളത്തിന്റെ പല പല ഇമേജസ് കാണിച്ചു കൊടുക്കണം. കടലിലെയോ കുളത്തിലെയോ കിണറ്റിലെയോ അല്ലെങ്കിൽ ഒരു ജഗ്ഗിൽ വെള്ളം വെച്ചിരിക്കുന്നയോ ഇങ്ങനെയുള്ള ഇമേജസ് കാണുമ്പോൾ കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹീസ് ഇൻ ദ ഐക്കോണിക് സ്റ്റേജ്. അവൻ ബിംബന ഘട്ടത്തിലാണ്. അടുത്ത് സിംബോളിക് സ്റ്റേജിൽ എത്തുമ്പോൾ കുട്ടികളെ നമ്മൾ ബോർഡിൽ H2O അതല്ലേ വാട്ടറിന്റെ സിമ്പൽ അല്ലെങ്കിൽ ജലത്തിന്റെ സിമ്പൽ H2O എന്ന് എഴുതുമ്പോൾ കുട്ടിക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഹീസ് ഇൻ ദ സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടത്തിലാണ് കുട്ടി എന്നുള്ളത്. ഇങ്ങനെയാണ് ബ്രൂണർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏത് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇത് ഏത് പ്രായത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിലും ഒരു അധ്യാപികയ്ക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യമേ ഉള്ളൂ. അടുത്ത്, the teachers must revisit the material to enhance knowledge. Building on pre-taught ideas to grasp the full formal concept is of paramount importance according to Bruner. ബ്രൂണറിന്റെ അഭിപ്രായത്തിൽ പണ്ട് കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ അധ്യാപകർ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഓർത്തെടുത്ത് അവരോട് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് പുതിയ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. അതായത് പ്രീ ടോട്ട് ഐഡിയാസ്, മുൻപ് പഠിപ്പിച്ച കാര്യങ്ങൾ വീണ്ടും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുന്നതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പരമപ്രാധാന്യം നൽകേണ്ടതെന്നാണ് ബ്രൂണർ പറഞ്ഞത്. ഫീൽ ഫ്രീ ടു റീഇൻട്രൊഡ്യൂസ് വൊക്കാബുലറി, ഗ്രാമർ പോയിന്റ്സ് ആൻഡ് അതർ ടോപ്പിക്സ് നൗ ആൻഡ് ദെൻ ടു പുഷ് ദ സ്റ്റുഡൻസ് ടു ഡീപ്പർ കോംപ്രിഹെൻഷൻ ആൻഡ് ലോങ്ങർ റിറ്റൻഷൻ. പണ്ട് പഠിപ്പിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണം, റീഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ പുനരവതരിപ്പിക്കണം. എന്തൊക്കെയായിരിക്കാം? പണ്ട് പഠിച്ച വൊക്കാബുലറിയോ അല്ലെങ്കിൽ ഗ്രാമറോ, മാത്സിൽ ബേസിക് കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ സയൻസിന്റെ അടിസ്ഥാന കാര്യങ്ങളോ ഇതൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കണം. എന്നാൽ മാത്രമേ കുട്ടികൾക്ക് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റൂ എന്നാണ് ബ്രൂണർ പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡീപ്പർ കോംപ്രിഹെൻഷൻ ആൻഡ് ലോങ്ങർ റിറ്റൻഷൻ. കുട്ടികൾക്ക് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും കൂടുതൽ കാലം ഓർമ്മയിൽ സൂക്ഷിക്കാനും ഏറ്റവും നല്ല മെത്തേഡാണിത്. അടുത്ത്, the material must be presented in a sequence giving the learners the opportunity to acquire and construct knowledge, transform and transfer his learning. കുട്ടികൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സീക്വൻഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ അവർക്ക് അറിവ് നിർമ്മിക്കാനും അതിനെ രൂപാന്തരപ്പെടുത്താനും അല്ലെങ്കിൽ ആ അറിവ് മറ്റൊരു സ്ഥലത്ത് ഉപയോഗിക്കാനും പറ്റത്തുള്ളൂ. അതാണ് ട്രാൻസ്ഫോം ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്നുകൊണ്ട് ബ്രൂണർ ഉദ്ദേശിച്ചത്. ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കണം സ്റ്റഡി മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യാൻ. അടുത്തത്, students should be involved in using their prior experiences and structures to learn new knowledge. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തിനുള്ള അവസരം നൽകണമെന്നാണ് ബ്രൂണർ പറഞ്ഞത്? യൂസിങ് their prior experiences. അവർക്ക് മുൻപുണ്ടായ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കണം പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത്. അടുത്ത്, help students to categorize new information to see the similarities and differences between them. കുട്ടികളെ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അറിവിനെ തരംതിരിക്കാനും അവയുടെ വ്യത്യാസം കണ്ടെത്താനും അവ തമ്മിലുള്ള സിമിലാരിറ്റീസ് അല്ലെങ്കിൽ സാമ്യതകൾ കണ്ടെത്താനും സഹായിക്കണം. അടുത്തത്, ടീച്ചേഴ്സ് ഷുഡ് അസിസ്റ്റ് ലേണേഴ്സ് ഇൻ ബിൽഡിംഗ് ദെയർ നോളജ്. ദിസ് അസിസ്റ്റൻസ് ഷുഡ് ഫെയ്ഡ് അവേ ആസ് ഇറ്റ് ബിക്കംസ് അൺനെസസറി. കുട്ടികൾക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാൻ അധ്യാപകർ അവരെ അസിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ കൂടെ നിന്ന് സഹായിക്കണം. എപ്പോൾ വരെയാണ് അവർക്ക് ഈ അസിസ്റ്റൻസിന്റെ ആവശ്യം അല്ലെങ്കിൽ ടീച്ചറിന്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നത് വരെ അവർക്കൊരു സഹായിയായിട്ട് അധ്യാപകർ കൂടെ നിൽക്കണം എന്നാണ് ബ്രൂണർ പറഞ്ഞത്. ടീച്ചേഴ്സ് ഷുഡ് അസിസ്റ്റ് ലേണേഴ്സ് ഇൻ ബിൽഡിംഗ് ദെയർ നോളജ് ആൻഡ് ദിസ് അസിസ്റ്റൻസ് ഷുഡ് ഫെയ്ഡ് അവേ ആസ് ഇറ്റ് ബിക്കംസ് അൺനെസസറി. എപ്പോൾ വേണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്ത് ചെയ്യണം, ഈ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായഹസ്തം പതിയെ പതിയെ പിൻവലിക്കണം. Teachers should provide feedback that is directed towards intrinsic motivation. Grades and competition are not helpful in learning process.
നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താണ്, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബ്രൂണർ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഗ്രേഡ്സ് ആൻഡ് കോമ്പറ്റീഷൻ ആർ നോട്ട് ഹെൽപ്ഫുൾ ഇൻ ദ ലേണിംഗ് പ്രോസസ്. പഠന പ്രക്രിയയിൽ ഗ്രേഡുകൾക്കോ അല്ലെങ്കിൽ മത്സരങ്ങൾക്കോ ഒന്നും പ്രത്യേക പ്രാധാന്യം ഒന്നുമില്ല. Bruner states that learners must experience success and failure not as a reward and punishment but as information. ജയവും തോൽവിയും എന്നുള്ളത് ഒരു റിവാർഡോ പണിഷ്മെന്റോ അല്ലെങ്കിൽ നമുക്കൊരു സമ്മാനം കിട്ടുന്നതായിട്ടോ ഒരു ശിക്ഷ കിട്ടുന്നതായിട്ടോ കരുതരുത്. ബട്ട് ആസ് ആൻ ഇൻഫോർമേഷൻ, അതൊരു പുതിയ അറിവ് മാത്രമാണ്. എക്സ്പീരിയൻസ് സക്സസ് ആൻഡ് ഫെയിലിയർ നോട്ട് ആസ് റിവാർഡ് ഓർ പണിഷ്മെന്റ് ബട്ട് ആസ് ഇൻഫോർമേഷൻ. ഇത്രയാണ് ബ്രൂണറിന്റെ തിയറിയുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഏതൊക്കെയാണ് നമുക്ക് ഒന്നും കൂടെ നോക്കാം. എംഫസിസ് ഓൺ സ്പൈറൽ കരിക്കുലം. ദ സബ്ജക്ട് മാറ്റർ ഷുഡ് ബി പ്രസന്റഡ് അക്കോർഡിംഗ് ടു ദ മോഡ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. അടുത്ത് ചിൽഡ്രൻ ലേൺ അക്കോർഡിംഗ് ടു ദെയർ മോഡ് ഓഫ് റെപ്രസെന്റേഷൻ. സോ ദ ടീച്ചർ ഷുഡ് സെലക്ട് ലേണിംഗ് ആക്ടിവിറ്റീസ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ദ ചൈൽഡ്. According to Bruner, the child is first at the level of motor performance and then starts constructing the images and then only he learns the use of words. So, education should begin with motor activities. അടുത്ത് new knowledge should be introduced to children on the basis of the pre-taught ideas. അടുത്ത് the material should be presented in a sequential order. Students should be involved in using their prior experiences and structures to learn new knowledge. അടുത്ത് help students to categorize new information to see the similarities and differences between them. Teachers should assist learners in building their knowledge and this assistance should fade away as it becomes unnecessary. Next one, teachers should provide feedback that is directed towards intrinsic motivation. Grades and competitions are not helpful in the learning process. Experience success and failure not as a reward or punishment but as information. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.